മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട ആളുകളിൽ ഒരുപാട് ആളുകൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഹദീസിൽ കാണാം, ഇമാം അഹ്മദ് അവിടുത്തെ മുസ്നദിലും ഇമാം ബുഖാരി അവിടുത്തെ അൽ അദബുൽ മുഫ്രദിലുമൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസ്, അൽ മിഖ്ദാദ് ഇബ്നുൽ അസ്വദ് എന്ന് പറയുന്ന ഒരു സഹാബി ഉണ്ടായിരുന്നു. ആ സഹാബിയുടെ അടുത്തൂടെ ഒരാളിങ്ങനെ കടന്നുപോയി. മിഖ്ദാദിൻ്റെ അടുത്തൂടെ ഒരു മനുഷ്യൻ, ഒരു താബിഈയായ ഒരാളിങ്ങനെ കടന്നു പോവുകയാണ്. ആ കടന്നുപോയ സമയത്ത് ആ മനുഷ്യൻ പറയുകയാണ്, തൂബ ലിഹാതൈനിൽ ഐനൈനി അല്ലതൈനി റാത റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ രണ്ട് കണ്ണുകളുടെ സൗഭാഗ്യമേ. ഏത് കണ്ണുകൾ? മിഖ്ദാദിൻ്റെ കണ്ണുകൾ. മിഖ്ദാദ് സഹാബിയാണ്. അൽ മിഖ്ദാദ് ഇബ്നുൽ അസ്വദ് എന്ന് പറയുന്ന സഹാബി പ്രവാചകനെ കണ്ട സഹാബിയാണ്. ആ രണ്ട് കണ്ണിലേക്ക് നോക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തുകൂടെ പോകുന്ന ഒരു സഹോദരൻ പറയുകയാണ്, തൂബാ ലിഹാതൈനിൽ ഐനൈനി അല്ലതൈനി റഅത റസൂലല്ലാഹ്. അള്ളാഹുവിൻ്റെ പ്രവാചകനെ കാണാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള ഈ രണ്ട് കണ്ണുകളുടെ സൗഭാഗ്യമേ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീണ്ടും പറയുകയാണ്, വല്ലാഹി ലവദിദ്നാ അന്നാ റഅയ്നാ മാ റഅയ്ത വശഹിദ്നാ മാ ശഹിദ്ത. നിങ്ങൾ കണ്ടിരുന്നത് ഞാനും കണ്ടിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ കണ്ടതെന്താണ്? നിങ്ങൾ കണ്ടത് മുഹമ്മദ് റസൂലുള്ളാഹിയാണ്, ഞങ്ങൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ കണ്ടിട്ടുള്ള മുഹമ്മദ് നബിയെ ഞാനും കണ്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വല്ലാഹി ലവദിദ്നാ അന്നാ റഅയ്നാ മാ റഅയ്ത വശഹിദ്നാ മാ ശഹിദ്ത എന്ന് പറഞ്ഞപ്പോൾ മിഖ്ദാദ് എന്താ ചെയ്തതെന്നറിയാം നിങ്ങൾ? സാരല്ല മോനെ, സാരല്ല, നീ കരയണ്ട എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയല്ല ചെയ്തത്. പിന്നെയോ ഫസ്തുഗ്ലിബാ, മിഖ്ദാദിന് ദേഷ്യം പിടിച്ചു. ദേഷ്യം പിടിക്കുകയാണ്. ഫജഅൽതു അഅജബു. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടർ പറയുകയാണ്, മിഖ്ദാദ് ദേഷ്യം പിടിച്ചു. മുഹമ്മദ് നബിയെ കണ്ട കണ്ണുകളുടെ ഭാഗ്യമേ, സൗഭാഗ്യമേ, ഇതുപോലെയുള്ളൊരു ഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ എന്ന് വേവലാതിപ്പെടുന്ന ഒരു സഹോദരനോട് സഹാബിയായ മഹാനായ മിഖ്ദാദ് ദേഷ്യം പിടിക്കുന്നു. ഫസ്തുഗ്ലിബ, അദ്ദേഹം കോപാകുലനായി, ദേഷ്യം അദ്ദേഹത്തിന് കലി കയറി. അപ്പോൾ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ഈ രംഗം കാണുന്ന പണ്ഡിതൻ പറയുകയാണ്, ഫജഅൽതു അഅജബു മാ ഖാല ഇല്ലാ ഖൈറ. ഞാൻ അത്ഭുതപ്പെട്ടു. എന്തിനാണ് ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നത്? മാ ഖാല ഇല്ലാ ഖൈറ, നല്ല കാര്യമല്ലേ പറഞ്ഞത്? മുഹമ്മദ് നബിയെ കാണാൻ എനിക്ക് അവസരമുണ്ടായിരുന്നെങ്കിൽ എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. നല്ല കാര്യമല്ലേ? നമ്മുടെയൊക്കെ കൂട്ടലനുസരിച്ച് നല്ല കാര്യമല്ലേ? നമ്മൾ റസൂലുള്ളാഹിനെ കാണാത്തവരാണ്, കണ്ടിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നവരാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബികൾ അങ്ങനെ ചിന്തിക്കുന്നവരല്ല. നമ്മുടെ മനസ്സ് അല്ല അവരുടെ മനസ്സ്. ആ മദ്രസയിൽ നിന്ന്, മുഹമ്മദീയ മദ്രസയിൽ നിന്ന് വേദം പഠിച്ചവരാണ്. മുഹമ്മദീയ മദ്രസയിൽ നിന്ന് തൗഹീദ് പഠിച്ചവരാണ്. മുഹമ്മദീയ മദ്രസയിൽ നിന്ന് അള്ളാഹുവിൻ്റെ ഗുണവിശേഷണങ്ങൾ പഠിച്ചവരാണ്. അള്ളാഹുവിൻ്റെ സിഫത്തുകൾ പഠിച്ചവരാണ്. അള്ളാഹുവിൻ്റെ ഖദറിനെ കുറിച്ചും ഖലാഇനെ കുറിച്ചും പഠിച്ചവരാണ്. നമ്മൾ അങ്ങനെ പഠിച്ചിട്ടുണ്ടോ? ഇല്ലേ? നമ്മൾ ചിന്തിക്കണം. ആ പഠിച്ചത് കൊണ്ട് തന്നെ ആ സഹാബിക്ക് മനസ്സിലായി ഇത്തരത്തിലുള്ള ഒരു വ്യാമോഹം, ഇത്തരത്തിലുള്ള ഒരു ആഗ്രഹം, ആ ആഗ്രഹം പലപ്പോഴും അപകടം ചെയ്യുന്നതാണ്. എന്തിനാണ് വേണ്ടാത്ത ആഗ്രഹം വെക്കുന്നത്? അവനവൻ്റെ കയ്യിൽ കിട്ടിയത് മുറുകെ പിടിച്ചാൽ പോരെ? നിങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങളെ കാണാൻ കഴിയുന്നില്ലേ? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശിഷ്യന്മാരായ ഞങ്ങളെ നിങ്ങൾ കാണുന്നില്ലേ? ഞങ്ങൾ നിങ്ങളോട് നിസ്കരിക്കാൻ പറയുന്നു, നിങ്ങൾക്കതുപോലെ നിസ്കരിച്ചാൽ പോരെ? ഞങ്ങൾ നിങ്ങളോട് ഖുർആൻ ഓതാൻ പറയുന്നു, അതുപോലെ നിങ്ങൾക്ക് ഖുർആൻ ഓതിയാൽ പോരെ? പക്ഷേ നിങ്ങൾ അതുപോലും ചെയ്യുന്നില്ല. ഞങ്ങൾ പഠിപ്പിക്കുന്ന നിസ്കാരം പോലും നിങ്ങൾ നിസ്കരിക്കുന്നില്ല. ഞങ്ങൾ പഠിപ്പിച്ച ദിക്റല്ല നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾക്ക് വേറെ ദിക്റാണ്. ഞങ്ങൾ കാണിച്ചു തന്ന കർമ്മങ്ങളല്ല നിങ്ങളുടെ കർമ്മങ്ങൾ. നിങ്ങൾക്ക് വാപ്പ മരിച്ചാൽ 3-ന്റെ അന്ന് അടിയന്തരം നടത്തണം, ഞങ്ങളത് നടത്തി കാട്ടി തന്നിട്ടില്ലല്ലോ. നിങ്ങൾക്ക് ഉമ്മ മരിച്ചാൽ ചാവടിയന്തരം നടത്തണം, ഞങ്ങളത് കാട്ടി തന്നിട്ടില്ലല്ലോ. എന്നിട്ട് പറയാണ് മുഹമ്മദ് നബിനെ കണ്ടിരുന്നെങ്കിൽ. ആ വേണ്ടാത്ത വ്യാമോഹത്തിൻ്റെ പേരിലാണ് ദേഷ്യം പിടിക്കുന്നത്. ഫസ്തുഗ്ലിബാ ഫജഅൽതു അഅജബു മാ ഖാല ഇല്ലാ ഖൈറാ. ദേഷ്യം പിടിച്ചു. നല്ല കാര്യമല്ലേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് ആ കോണ്ടാക്റ്റിൽ മഹാനായ മിഖ്ദാദ്, സഹാബി പ്രമുഖനായ, പണ്ഡിത പ്രമുഖനായ, ദീർഘദൃഷ്ടിയുള്ള, ഉൾക്കാഴ്ചയുള്ള മിഖ്ദാദ് റളിയല്ലാഹു അൻഹു എന്തിനാണ് ദേഷ്യം പിടിച്ചത്? അത് വിശദീകരിച്ചു കൊടുക്കണമല്ലോ. ഞാൻ എന്തിനാ ദേഷ്യം പിടിച്ചത്?
മുഹമ്മദ് നബിനെ കാണാൻ ആഗ്രഹിച്ച ഒരാളോട് ഞാൻ ദേഷ്യം പിടിക്കുന്നത് എന്തിനാണ് എന്ന് നിങ്ങൾ സംശയിക്കൂലേ? സ്വാഭാവികമല്ലേ? എങ്കിൽ ഞാൻ അതിൻ്റെ പ്രതിവിധി പറഞ്ഞു തരാം. സുമ്മ അഖ്ബല അലൈഹി ഫഖാല മാ യഹ്മിലു റജുല അലാ അൻ യതമന്ന മഹ്ളറൻ ഗയ്യബഹു അല്ലാഹു അൻഹു. അല്ലാഹു ഒരാൾക്ക് നൽകാതെ മാറ്റി നിർത്തിയ ഒരവസരം എനിക്ക് ലഭിച്ചില്ല എന്ന് കരുതിയിട്ട് ഒരാൾ ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്, വ്യാമോഹം കാണിക്കുന്നത് എന്തിനാണ് എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ലാ യദ്രി ലൗ ഷഹിദഹു കൈഫ യകൂനു ഫീഹി. മുഹമ്മദ് റസൂലുള്ളാഹിയുടെ മുമ്പാകെ എങ്ങാനും ഇയാൾ പ്രത്യക്ഷപ്പെട്ടിരുന്നെങ്കിൽ ഇയാളുടെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് ഇയാൾക്ക് ഉണ്ടോ വല്ല വിവരവും? അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഈ മനുഷ്യൻ വന്നു നിൽക്കുന്നു എന്ന് സങ്കല്പിക്കുക. അയാൾ ആരെപ്പോലെ ആയിരിക്കും പെരുമാറുക? അബൂബക്കറിനെ പോലെ പെരുമാറി സ്വർഗത്തിൽ പോകുമോ? അതല്ല അബൂജഹലിനെ പോലെ പെരുമാറി നരകം ചോദിച്ചു വാങ്ങുമോ? എന്തിനാണ് ചങ്ങാതിമാരെ നരകം ചോദിച്ചു വാങ്ങുന്നത്? നിങ്ങൾക്കിപ്പോഴുള്ളത് പോരെ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചു തന്നിട്ടുള്ള ദീൻ, ആ ദീനായിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് കൈമാറുന്നില്ലേ? നിങ്ങൾക്ക് താബിഉകൾ എന്ന ഒരു നല്ല പേര് ലഭിക്കുന്നില്ലേ? അതിൽ സംതൃപ്തരായിക്കൂടെ? വെറുതെ മേലോട്ട് ചിന്തിച്ച് ആവശ്യമില്ലാതെ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഭാരിച്ച ഉത്തരവാദിത്വത്തിൻ്റെ മുമ്പിൽ, ഈ പേമാരിക്ക് മുമ്പിൽ മുളച്ചു പൊന്താനിരിക്കുന്നത് തേക്കാണോ അതല്ല മുരിക്കാണോ? ഈ പേമാരിക്ക് മുമ്പിൽ മുളച്ചു പൊന്താനിരിക്കുന്നത് നല്ല കതിരുള്ള നെല്ലിൻ്റെ മണികളാണോ അല്ല പതിരാണോ പായ്ച്ചടിയാണോ? നിങ്ങൾക്കറിയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഭാവിയെക്കുറിച്ച് ആകുലപ്പെട്ട് വേണ്ടാത്തതിനെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങൾ ഇപ്രകാരത്തിൽ വ്യാമോഹിക്കുന്നതിന് അർത്ഥമില്ല. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറയുന്നു, വല്ലാഹി ലഖദ് ഹളറ റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഖ്വാമുൻ കബ്ബഹുമുല്ലാഹു അലാ മനാഖിരിഹിം ഫീ ജഹന്നമ. മുഹമ്മദിൻ്റെ സദസ്സിൽ പങ്കെടുത്ത, മുഹമ്മദിൻ്റെ മുമ്പാകെ പ്രത്യക്ഷപ്പെട്ട, മുഹമ്മദിൻ്റെ പ്രഭാഷണങ്ങൾ കേട്ട, മുഹമ്മദ് റസൂലുള്ളാഹിയുടെ അതിസുന്ദരമായ മുഖത്തിൻ്റെ പ്രകാശം കണ്ട എത്രയോ ആളുകളുണ്ട്. കബ്ബഹുമുല്ലാഹു ഫീ ജഹന്നമ. അള്ളാഹു അവരെ നരകത്തിൽ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് റസൂലുള്ളാഹിൻ്റെ കൂടെ ഇരുന്ന എത്ര ആളുകളെ അള്ളാഹു നരകത്തിൽ വലിച്ചെറിഞ്ഞിട്ടുണ്ട്, പിടിച്ചു വലിച്ചെറിഞ്ഞു കളഞ്ഞിട്ടുണ്ട്. അബൂജഹലിനെ എറിഞ്ഞിട്ടുണ്ട്, അബൂലഹബിനെ എറിഞ്ഞിട്ടുണ്ട്, അബൂ താലിബിനെ എറിഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരുത്തനാകാൻ നീയും സാധ്യതയില്ലായിരുന്നോ? നിനക്കതിനെക്കുറിച്ച് വല്ല മുൻകൂട്ടിയുള്ള അറിവും ലഭിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് തന്നെ അത്തരം ഒരു ആഗ്രഹം നിങ്ങൾ പ്രകടിപ്പിക്കുന്നത് ശരിയല്ല. ലം യുജീബൂഹു വലം യുസദ്ദിഖൂഹു അവലാ തഹ്മദൂനല്ലാഹ അസ്സ വജല്ല ഇദ അഖ്റജകും ലാ താരിഫൂന ഇല്ലാ റബ്ബകും. നിങ്ങൾക്ക് അല്ലാഹുവിന് നന്ദി പറഞ്ഞുകൂടെ? അദ്ദേഹം ചോദിക്കാണ്, സഹാബികളായ ഞങ്ങളെ കണ്ടുമുട്ടിയ, തൗഹീദ് എന്തെന്ന് കേട്ട് മനസ്സിലാക്കിയ, ശിർക്ക് ചെയ്യാതെ ജീവിക്കാൻ അവസരം ലഭിച്ച നിങ്ങൾക്ക് ആ വലിയ അനുഗ്രഹത്തിൻ്റെ പേരിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഇനി അവശേഷിക്കുന്ന കാലം തൗഹീദിലും നമസ്കാരത്തിലും സുന്നത്തിലുമായി ജീവിക്കാൻ, ശിർക്ക് ഇല്ലാതെ, അതുപോലെ ബിദ്അത്ത് ഇല്ലാതെ, മദ്യപാനവും വ്യഭിചാരവും മയക്കുമരുന്നുമില്ലാതെ ഉള്ള കാലം ജീവിച്ചു തീർത്തുകൊണ്ട് അള്ളാഹുവിന് നന്ദി പറയാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വല്ലാഹി ലഖദ് ബുഇസ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ അശദ്ദി ഹാലിൻ ബുഇസ അലൈഹ നബിയുൻ ഖത്തു. കഴിഞ്ഞ കാലഘട്ടത്തിൽ നിയുക്തനായ ഏതൊരു പ്രവാചകന്റെ കഥയെടുത്തു നോക്കിയാലും ആ പ്രവാചകന്മാർ അനുഭവിച്ചിട്ടുള്ള പ്രയാസങ്ങളെക്കാൾ ഏറ്റവും കടുകടുത്ത പ്രയാസത്തിൻ്റെ ഘട്ടത്തിൽ നിയുക്തനായ നബിയാണ് മുഹമ്മദ് നബി. പ്രവാചക തിരുമേനിയുടെ മുമ്പ് ഒരുപാട് നബിമാർ വന്നിട്ടുണ്ട്, അവർക്കെല്ലാം പ്രയാസങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഏറ്റവും പ്രയാസപൂരിതമായിരുന്ന, ഏറ്റവും കട്ടിയുള്ള, കടുപ്പമേറിയ, കാഠിന്യമേറിയ ഒരു കാലഘട്ടത്തിൽ നിയോഗിക്കപ്പെട്ട നബിയാണ് മുഹമ്മദ് നബി. ഫീ ഫത്രത്തിൻ വജാഹിലിയ. കൂരിരുട്ടിൽ അന്ധകാര നിബിഡമായ ഒരു കാലഘട്ടത്തിലാണ്
പൂർണ്ണമായി ഇരുട്ടിൽ തപ്പിത്തടയുന്ന ഒരു കാലഘട്ടത്തിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത്. മാ യറൗന അന്ന ദീനൻ അഫ്ളല മിൻ ഇബാദത്തിൽ ഔസാൻ. വിഗ്രഹാരാധനയേക്കാൾ മുന്തിയ ഒരു മതം ഉണ്ട് എന്ന് ഒരിക്കലും വിശ്വസിക്കാൻ കൂട്ടാക്കാത്ത ഒരു സമുദായത്തിൽ വിഗ്രഹത്തെ ആരാധിക്കുന്നതിനേക്കാൾ, കൊത്തിവെച്ച കല്ലിനെയും മരക്കഷ്ണങ്ങളെയും മൂർഖൻ പാമ്പിനെയും ആരാധിക്കുന്നതിനേക്കാൾ നല്ല ഒരു മതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധം അധപ്പതിച്ചുപോയ ഒരു മനുഷ്യ സമൂഹത്തിലാണ് മുഹമ്മദ് റസൂലുള്ളാഹി ഉയർത്തെഴുന്നേൽക്കപ്പെടുന്നത്. എന്നിട്ട് ഫജാഅ ബിഫുർഖാനിൻ ഫറഖ ബിഹി ബൈനൽ ഹഖ്ഖി വൽ ബാത്തിലി. ഹക്കിൻ്റെയും ബാത്തിലിൻ്റെയും ഇടയിൽ വെട്ടിപ്പൊളിക്കാൻ വേണ്ടി, കീറിപ്പൊളിക്കാൻ വേണ്ടി, മാറ്റി നിർത്താൻ വേണ്ടി അള്ളാഹു മുഹമ്മദ് നബിയെ കൊണ്ടുവരികയാണ്. വഫറഖ ബിഹി ബൈനൽ വാലിദി വവലദിഹി. ബാപ്പയുടെയും മകൻ്റെയും ഇടയിൽ മുഹമ്മദ് നബി ഭിന്നിപ്പുണ്ടാക്കി. കാരണം ബാപ്പ സ്വർഗത്തിൽ പോകുന്നു, മകൻ നരകത്തിൽ പോകുന്നു. ഭർത്താവ് സ്വർഗത്തിൽ പോകുന്നു, ഭാര്യ നരകത്തിൽ പോകുന്നു. ഭാര്യ സ്വർഗത്തിൽ പോകുന്നു, ഭർത്താവ് നരകത്തിൻ്റെ അടിത്തട്ടിലേക്ക് പോകുന്നു. ആരാണ് ഈ ഭിന്നിപ്പുണ്ടാക്കിയത്? അള്ളാഹുവിൻ്റെ റസൂലാണ്. വഫറഖ ബിഹി ബൈനൽ വാലിദി വവലദിഹി. അൽ മിഖ്ദാദ് ഇബ്നു അസ്വദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. നീണ്ട ഹദീസാണ്, ഞാനത് മുഴുവൻ ഉദ്ധരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ റസൂൽ നിയുക്തനാകുക എന്നത് വലിയ പരീക്ഷണമാണ്. ആ പരീക്ഷണത്തെ തരണം ചെയ്യാൻ സാധിക്കുന്നവർക്കുള്ളതാണ് സ്വർഗം. ആ പരീക്ഷണത്തിൻ്റെ മുമ്പിൽ പരാജയപ്പെട്ട് നശിച്ചു പോകുന്നവർക്കുള്ളതാണ് നരകം എന്ന് പറയുന്നത്. എങ്ങനെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന പരീക്ഷണത്തിൻ്റെ മുമ്പിൽ വിജയിക്കുക? മുഹമ്മദ് നബി എന്ന് പറയുന്ന പരീക്ഷണത്തിൻ്റെ മുമ്പിൽ വിജയിക്കൽ എങ്ങനെയാണ്? മുഹമ്മദ് റസൂലുള്ളാഹി കൊണ്ടുവന്ന ആദർശം മുറുകെ പിടിക്കലാണ് പരീക്ഷണത്തിൽ വിജയിക്കൽ. എങ്ങനെയാണ്? മുഹമ്മദ് റസൂലുള്ള കൊണ്ടുവന്ന ആദർശത്തെ മുറുകെ പിടിക്കൽ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ എവിടേക്കാണോ ക്ഷണിച്ചിട്ടുള്ളത് അവിടേക്ക് കൃത്യമായി ലക്ഷ്യം വെച്ചു കൊണ്ടുപോകൽ. മുഹമ്മദ് റസൂലുള്ളാഹി നമ്മളോട് എന്താണോ കൽപ്പിച്ചത് ആ കൽപ്പനയ്ക്ക് അക്ഷരം പ്രതി അനുസരിക്കൽ. ഇങ്ങനെ ചെയ്യുന്നവനാണ് ഈ പരീക്ഷണത്തിൽ വിജയിച്ചവൻ. അതേസമയത്ത് ഈ പരീക്ഷണത്തിൽ വിജയിക്കാത്തവൻ ആരാണ്? അങ്ങനെ ചെയ്യാത്തവൻ. മുഹമ്മദ് നബിയുടെ ദൗത്യം എന്താണെന്ന് അവൻ മനസ്സിലാക്കിയില്ല. മുഹമ്മദ് നബി എങ്ങോട്ടാണ് നമ്മെ ക്ഷണിക്കുന്നത് അവൻ ആലോചിച്ചില്ല. മുഹമ്മദ് നബി നമ്മോട് കൽപ്പിക്കുന്ന കൽപ്പനകൾ എന്താണ്, അതിൻ്റെ മുമ്പിൽ നമുക്കുണ്ടായിരിക്കേണ്ട നിലപാട് എന്താണ്, അവൻ ചിന്തിച്ചില്ല. അവനാണ് പരാജയപ്പെട്ടവൻ. അവനാണ് ഈ പരിശോധനയിൽ തകർന്നടിഞ്ഞവൻ. മുഹമ്മദ് നബിയാകുന്ന പരിശോധന പലതുമുണ്ട്. മുഹമ്മദ് നബിയാണ് ഏറ്റവും വലിയ പരിശോധന. ഏറ്റവും വലിയ പരിശോധന ഖുർആനാണ്. ഏറ്റവും വലിയ പരിശോധന മുഹമ്മദ് നബിയാണ്. വേറെയും ഒരുപാട് പരിശോധനയുണ്ട്. പെണ്ണുങ്ങൾ പരിശോധനയാണ്, സമ്പത്ത് പരിശോധനയാണ്, ആരോഗ്യം പരിശോധനയാണ്, സൗന്ദര്യം പരിശോധനയാണ്, വിദ്യാഭ്യാസ യോഗ്യത പരിശോധനയാണ്, രാഷ്ട്രീയ മേൽക്കോയ്മ പരിശോധനയാണ്. അല്ലേ? പെണ്ണുങ്ങളെ കൊണ്ട് കുഴിയിൽ ചാടിപ്പോകുന്ന എത്ര മനുഷ്യന്മാരുണ്ട്. മാ തറക്തു ബഅദി ഫിത്നതൻ അശദ്ദ അലർ റിജാൽ മിനൻ നിസാ. എൻ്റെ സമുദായത്തിൽ സ്ത്രീകളെക്കാൾ കടുപ്പമേറിയ ഒരു പരിശോധനയെ ഞാൻ ഇട്ടേച്ചു പോകുന്നില്ല. പെണ്ണിൻ്റെ മുമ്പിൽ അവൻ പതറിപ്പോയി, ആരോഗ്യത്തിൻ്റെ മുമ്പിൽ അവൻ പതറിപ്പോയി. ആരോഗ്യമുള്ളവനാണ്, ആരെയും ആക്രമിക്കാൻ അവന് തോന്നുകയാണ്, നമസ്കരിക്കാൻ തോന്നുന്നില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ തോന്നുന്നില്ല. അവൻ നല്ല സൗന്ദര്യമുള്ളവനാണ്. ആ സൗന്ദര്യം അവൻ ഹറാമിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. ആ സൗന്ദര്യം അവൻ ദീനിൻ്റെ ദാവത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നില്ല. ലോകത്തുള്ള ജനങ്ങളെ മുഴുവനും ആകർഷിക്കുന്ന രീതിയിൽ അവരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് തൗഹീദിൻ്റെ പ്രസംഗം നടത്താൻ അവൻ ഉപയോഗപ്പെടുത്തുന്നില്ല. അവന് രാഷ്ട്രീയ മേൽക്കോയ്മയുണ്ട്. ആ രാഷ്ട്രീയ മേൽക്കോയ്മ അവൻ ഉപയോഗപ്പെടുത്തുന്നത് ഈ രാജ്യത്തെ പാവപ്പെട്ട ന്യൂനപക്ഷം വരുന്ന പീഡിതരായ ജനങ്ങളെ ആക്രമിക്കുവാനും വഴിയാധാരമാക്കുവാനും വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ്. ഈ രാജ്യത്തിൻ്റെ മുതൽ കൊള്ളയടിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ്. തനിക്കും തൻ്റെ തറവാടിനും വേണ്ടി മാത്രം ഈ രാജ്യത്തിൻ്റെ മുഴുവൻ വിഭവങ്ങളെയും വലിച്ചുകൂട്ടുവാൻ വേണ്ടി അവൻ ഉപയോഗപ്പെടുത്തുകയാണ്. രാഷ്ട്രീയ ശക്തി എന്ന് പറയുന്ന പരീക്ഷണത്തിൽ അവൻ പരാജയപ്പെടുന്നു. ആരോഗ്യം എന്ന പരീക്ഷണത്തിൽ അവൻ പരാജയപ്പെടുന്നു. സ്ത്രീ എന്ന് പറയുന്ന പരീക്ഷണത്തിൽ അവൻ പരാജയപ്പെടുന്നു. സൗന്ദര്യം എന്ന പരീക്ഷണത്തിൽ അവൻ പരാജയപ്പെടുന്നു. വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്ന പരിശോധനയിൽ അവൻ പരാജയപ്പെടുന്നു. എന്നാൽ ഏറ്റവും വലിയ പരിശോധന,
അതിനേക്കാളും വലിയ പരിശോധന യുളില്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറാ. ഏറ്റവും വലിയ പരിശോധന അത് പരിശുദ്ധ ഖുർആനാണ്. കാരണം ഈ പരിശുദ്ധ ഖുർആൻ കൊണ്ട് ഒരുപാട് ആളുകൾ സ്വർഗത്തിൽ പോകുന്നു. ഈ പരിശുദ്ധ ഖുർആൻ വേണ്ടതുപോലെ വായിക്കുമ്പോൾ, ഈ പരിശുദ്ധ ഖുർആൻ വേണ്ടതുപോലെ മനസ്സിലാക്കുമ്പോൾ ആളുകൾ സ്വർഗത്തിലേക്ക് പോകുന്നു. അതേസമയം ഈ പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ വാക്ക് അല്ല, ഇത് മുഹമ്മദ് നബിയുടെ വാക്കാണ് എന്ന് പറയുമ്പോൾ അവൻ നരകത്തിൽ പോകുന്നു. ഈ പരിശുദ്ധ ഖുർആൻ ഇൻ ഹുവ ഇല്ലാ ഖൗലുൽ ബശർ, ഇത് അള്ളാഹു പറഞ്ഞതല്ല, ഇത് മുഹമ്മദ് നബി പറയുന്നതാണ്. മുഹമ്മദ് നബി നല്ല സാഹിത്യത്തിൽ സംസാരിക്കാൻ അറിയുന്ന ആളാണല്ലോ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കലാമല്ല, മുഹമ്മദിൻ്റെ കലാമാണ് എന്ന് പറയുന്ന ആ മനുഷ്യനുണ്ടല്ലോ, ഖുർആനിൻ്റെ കാരണമായി നരകത്തിൽ പോകുന്നു. അള്ള പറഞ്ഞില്ലേ ഇൻ ഹുവ ഇല്ലാ ഖൗലുൽ ബശർ എന്ന് പറഞ്ഞവൻ്റെ അവൻ്റെ ഭാവി എന്താണ്, അവൻ്റെ പിന്നീടുള്ള ജീവിതം എന്താണ്? സഉസ്ലീഹി സഖർ, ഞാൻ അവനെ നരകത്തിലേക്ക് വലിച്ചെറിയും. കാരണം അവൻ ഖുർആൻ കൊണ്ട് വേച്ചുപോയി. ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് എന്ന് പറയേണ്ടതിന് പകരം അത് ജിബ്രീലിൻ്റെ കലാമാണ്, അത് മുഹമ്മദിൻ്റെ കലാമാണ് എന്ന് അവൻ പറഞ്ഞു കളഞ്ഞു. ഖുർആൻ നേർക്ക് നേരെ വായിച്ച് അർത്ഥം പറയേണ്ടതിന് പകരം അവൻ ഖുർആനിനെ ദുർവ്യാഖ്യാനിക്കുന്നു. ഇല്ലേ നമ്മുടെ നാട്ടിൽ എത്ര ആളുകളുണ്ട്. വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ എന്ന പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസായിലെ 64-ാമത്തെ ആയത്ത് വ്യക്തമായി വക്രീകരിച്ചു. വസ്തഗ്ഫറ ലഹുമുർ റസൂല വസ്തഗ്ഫറ ലഹും അർ റസൂലു എന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞെടുത്ത് ലമ്മ് മാറ്റിയിട്ട് ഫതഹ് ആക്കി കൊടുത്ത് ഈ പച്ച മലയാള ഭാഷയിൽ ഈ കേരളക്കരയിൽ തലപ്പാവുധാരികളായ മുസ്ലിയാക്കന്മാർ പുസ്തകത്തിൽ എഴുതിയില്ലേ? എന്നിട്ട് അവർ പറഞ്ഞില്ലേ, തെറ്റ് ചെയ്താൽ മുഹമ്മദ് നബിയോട് പറയണം, തെറ്റ് ചെയ്താൽ മുഹമ്മദ് നബിയോട് പൊറുക്കലിനെ തേടണം, മുഹമ്മദ് നബിയോട് പ്രാർത്ഥിക്കണം എന്ന് സൂറത്തുൻ നിസാഇന്റെ 64-ാമത്തെ സൂക്തം പച്ചയായി വ്യഭിചരിച്ചുകൊണ്ട്, പച്ചയായി വക്രീകരിച്ചുകൊണ്ട് മലയാള പുസ്തകത്തിൽ എഴുതി വച്ചില്ലേ? എൻ്റെ ഈ മൊബൈലിൽ ആ പുസ്തകം കിടപ്പുണ്ട്. തലയിൽ എൻ്റെ തലപ്പാവ് പോലെ തലപ്പാവ് കാണും, താടി ഉണ്ടാകും. പക്ഷേ ഖുർആൻ വായിച്ചുകൊണ്ട്, ഖുർആൻ അർത്ഥം പറഞ്ഞുകൊണ്ട് നരകത്തിലേക്ക് പോകുന്നു. ഖുർആൻ പരിശോധനയാണ്, ഖുർആൻ പരീക്ഷണമാണ്, ചെയ്യാൻ പാടില്ല. ഈ ഖുർആൻ പഠിക്കാനുള്ളതല്ല എന്ന് പറയുന്നവരില്ലേ? ഈ ഖുർആൻ ഞമ്മക്ക് പഠിച്ചാൽ മനസ്സിലാകൂല. ഈ ഖുർആൻ ഷാഫി ഇമാമിന് പഠിക്കാനുള്ളതാണ്, ഇമാം അബൂ ഹനീഫക്ക് പഠിക്കാനുള്ളതാണ്. നമ്മൾ ഖുർആൻ പഠിക്കരുത്. നമ്മൾ ഖുർആൻ പഠിച്ചാൽ പേച്ചു പോകും. ഖുർആൻ പഠിച്ച് പേച്ചുപോയ ഒരുപാട് ആളുകൾ ഈ നാട്ടിലുണ്ട്. ഈ സദസ്സിലിരിക്കുന്ന ആളുകളെ പറ്റിയൊക്കെ പറയും, ഒക്കെ ഖുർആൻ പഠിച്ച് പേച്ചുപോയതാണ്. ആരെ നിങ്ങളോട് ഖുർആൻ പഠിക്കാൻ പറഞ്ഞ്? ആരെ ഖുർആൻ പരിഭാഷ ചെയ്യാൻ പറഞ്ഞ്? ഖുർആൻ പഠിക്കരുത്. അത് ആർക്കുള്ളതാ? അത് ഷാഫി ഇമാമിനുള്ളതാ, വലിയ ഇമാമിങ്ങൾക്കുള്ളതാ. ഞമ്മക്ക് ഖുർആൻ തിരിയൂല. ഖുർആൻ തിരിയാത്ത നമ്മൾ ഖുർആനിൽ കൈവച്ചാൽ നരകത്തിൽ പോകും. പറഞ്ഞില്ലേ ഇവിടെ, എഴുതി വെച്ചില്ലേ ഇവിടെ? ആർക്കാണ് ഖുർആൻ തിരിയാത്തത്? പിന്നെ നിങ്ങൾക്ക് എന്താണ് തിരിയുക? വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. സൂറത്തുൽ ഖമറിന്റെ 4 സൂക്തങ്ങളിൽ അല്ലാഹ് പറഞ്ഞു, ഒരൊറ്റ സൂറത്തിൽ 4 പ്രാവശ്യം അല്ലാഹ് പറഞ്ഞു, ഞാൻ എൻ്റെ ഖുർആൻ, ഞാൻ എൻ്റെ വേദഗ്രന്ഥം ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ, എല്ലാവർക്കും മനസ്സിലാകുന്ന വ്യക്തമായ സരളമായ അറബി ഭാഷയിലല്ലേ ഖുർആൻ ഉള്ളത്. നിങ്ങൾക്ക് തിരിയില്ലേ? ഖുൽ ഹുവല്ലാഹു അഹദ്. ഈ സദസ്സിൽ തിരിയാത്തവരുണ്ടോ? ഖുൽ ഹുവല്ലാഹു അഹദിന്റെ അർത്ഥം അറിയാത്തവർ ഈ സദസ്സിലുണ്ടോ? അത് ഖുർആനല്ലേ? തബ്ബത് യദാ അബീ ലഹബിൻ വ തബ്ബ് അറിയാത്തവർ ഈ സദസ്സിലുണ്ടോ? ഈ സദസ്സിലുണ്ടോ? അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു പരിശുദ്ധ ഖുർആനല്ലേ? അർത്ഥമറിയാത്ത ഒരു പെൺകുട്ടി ഈ സദസ്സിലുണ്ടോ? ഒരാളുമില്ല. ഖുർആൻ നമുക്കറിയില്ലേ? നമുക്കറിയും. നമുക്ക് ആവശ്യമുള്ളത് ഖുർആനിലുണ്ട്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സുൻ മിൻ അമലി ശൈത്വാൻ അറിയാത്തവർ ഈ സദസ്സിലുണ്ടോ? ലാ തത്തബിഉ ഖുത്വാതി ശൈത്വാൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ അറിയാത്തവർ ഈ സദസ്സിലുണ്ടോ?
എന്നിട്ട് പറയാ ഇതൊക്കെ ഷാഫി ഇമാമിന് മാത്രമേ മനസ്സിലാവുകയുള്ളൂ, നിങ്ങൾക്ക് മനസ്സിലാകൂല. എന്തിനാണിത് പറയുന്നതെന്നറിയുമോ? ഇവിടെ വേറെ കുറച്ച് പുസ്തകങ്ങളുണ്ട്, ഞങ്ങൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ, ഞങ്ങളുടെ പുരോഹിത സഭ നിർമ്മിച്ചിട്ടുള്ള, ഞങ്ങളുടെ ആപ്പീസിൽ നിർമ്മിച്ചിട്ടുള്ള കുറേ പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങൾ വേണം വായിക്കാൻ. ഉണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ആ പുസ്തകത്തിലെ ഒരു വരി പോയിട്ട് അരവരി ഈ സദസ്സിലുള്ള എത്ര ആളുകൾക്ക് തിരിയും? ആ പുസ്തകത്തിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ആ പുസ്തകത്തിലുള്ള ഒരു വരി നിങ്ങളെ ഞാൻ വായിച്ചു കേൾപ്പിച്ചാൽ നിങ്ങൾക്ക് തിരിയില്ല. ആ തിരിയാത്ത പുസ്തകങ്ങൾ നിങ്ങളെ മുമ്പിൽ വെച്ചിട്ട് പറയാം, ഇത് വായിച്ചാൽ മതി, മറ്റത് വായിക്കരുത്. പിന്നെ മറ്റത് എന്തിനുള്ളതാ? മറ്റത് എന്തിനുള്ളതാണ്? ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. അല്ലാഹു അവൻ്റെ ഖുർആനിൽ സൂറത്ത് അൽ ബഖറയിൽ പറഞ്ഞു, വിശുദ്ധ റമളാനിൻ്റെ പ്രത്യേകത വിശുദ്ധ ഖുർആൻ അവതരിച്ചു എന്ന മാസമാണ്. എന്താണ് ഖുർആൻ? ഹുദൽ ലിന്നാസ്, എല്ലാ ജനങ്ങൾക്കും വഴികാട്ടിയാണ്, എല്ലാ ജനങ്ങൾക്കും മാർഗദർശനമാണ്. അങ്ങനത്തെ ഖുർആനെ പറ്റി പറയാണ്, 1200 കൊല്ലം മുന്നേ മരണപ്പെട്ടു പോയ ഷാഫി ഇമാമിന് മാത്രമേ തിരിയൂ. 1300 കൊല്ലം മുന്നേ മരണപ്പെട്ടു പോയ അബൂ ഹനീഫ ഇമാമിന് മാത്രമേ തിരിയൂ. ബാക്കിയുള്ള ജനങ്ങൾക്കാർക്കും അത് തിരിയില്ല എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആൻ കാരണമായി നരകത്തിൽ പോകലാണ്. പരിശുദ്ധ ഖുർആനാകുന്ന പരിശോധനയുടെ മുമ്പിൽ പരാജയപ്പെടലാണ്. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? അത് ബർക്കത്തിനുള്ളതാ. എന്തിന്? ബർക്കത്ത്. ഖുർആന്റെ ബർക്കത്താ. ബർക്കത്ത് എന്ന പേര് പരിചയമില്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? നമ്മൾ ബർക്കത്ത് നിഷേധിക്കുന്നവരല്ല. പക്ഷേ ഒരു വസ്തുവിൻ്റെ ബർക്കത്ത് എന്താണ്? ഏത് വസ്തുവിനാണ് ബർക്കത്ത് ഉള്ളത്? ബർക്കത്ത് എടുക്കേണ്ടത് എങ്ങനെയാണ്? ബർക്കത്ത് എടുത്തുകൊണ്ട് സ്വർഗത്തിൽ പോകും, ബർക്കത്ത് എടുത്തുകൊണ്ട് നരകത്തിൽ പോകും, രണ്ടും ഉണ്ട്. അത് എങ്ങനെയാണ്? പരിശുദ്ധ ഖുർആൻ ബർക്കത്ത് ആണ്, യാതൊരു സംശയവുമില്ല. ഖുർആനിൻ്റെ ഏറ്റവും വലിയ ബർക്കത്ത് എന്താണെന്നറിയുമോ? മുബാറക്കുൻ എന്ന് പറഞ്ഞിട്ടല്ല പറയുന്നത്, ലിയദ്ദബ്ബറൂ ആയാത്തിഹി. ഖുർആനിൻ്റെ ബർക്കത്ത് അതിൻ്റെ സൂക്തങ്ങൾ ചിന്തിക്കലാണ്. ഖുർആനിൻ്റെ സൂക്തങ്ങൾ പരിചിന്തനം ചെയ്യൽ, ഫാത്തിഹ പരിചിന്തനം ചെയ്യൽ, സൂറത്തുൽ ബഖറ പരിചിന്തനം ചെയ്യൽ. ആ ചിന്ത നടത്തുന്നവനാണ് ഖുർആനിൻ്റെ ബർക്കത്ത് ലഭിക്കുന്നത്. ഇവരെ ബർക്കത്ത് അത് കെട്ടിപ്പൊതിഞ്ഞിട്ട് ഒരു നൂലിൽ കെട്ടിയിട്ട് ഒരു കാറിൻ്റെ പിൻ സീറ്റിലോ അല്ലെങ്കിൽ മുൻ സീറ്റിലോ കെട്ടി തൂക്കുക, അല്ലെങ്കിൽ വീട്ടിൻ്റെ ഉമ്മരപ്പടിയിൽ ഒരു ചുമരിൽ കെട്ടി തൂക്കുക, അല്ലെങ്കിൽ കഴുത്തിൽ കെട്ടി തൂക്കുക. നിങ്ങൾ രോഗിയായി മരുന്നിന് വേണ്ടി ഒരു ഡോക്ടറെ സമീപിക്കുകയാണ്. ഡോക്ടറോട് പറയാണ്, സുഖമില്ല ഡോക്ടറെ. അപ്പോൾ ഡോക്ടർ എല്ലാ ചെക്കിങ്ങും കഴിഞ്ഞ് പരിശോധനയും കഴിഞ്ഞ് ഒരു വെള്ളക്കടലാസിൽ നിങ്ങൾക്ക് മരുന്ന് എഴുതി തരികയാണ്. മരുന്ന് എഴുതി കിട്ടിയപ്പോൾ നിങ്ങൾക്ക് തോന്നി, കാര്യപ്പെട്ട ഡോക്ടറാണല്ലോ, ഭയങ്കര മഹാനാണല്ലോ, ഒരുപാട് ആളുകൾ തിക്കും തിരക്കും കൂട്ടുന്നുണ്ടല്ലോ, 500 രൂപയാണല്ലോ ഫീസ്, നല്ല കാണാൻ സൗന്ദര്യമുള്ള നല്ല ഒരു പേപ്പറിൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാകാത്ത ഒരു ഭാഷയിൽ നല്ല വടിവത്ത അക്ഷരങ്ങളിൽ നല്ല ഒരു സാധനം എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് മെല്ലെ ചുരുട്ടി കെട്ടിയിട്ടേ ഈ മരുന്നിൻ്റെ ഷീട്ടേ, ഡോക്ടറെ ഷീട്ടില്ലേ, അത് ചുരുട്ടി കെട്ടിയിട്ട് എന്ത് ചെയ്യുക? നല്ല ഒരു പാത്രത്തിൻ്റെ ഉള്ളിൽ തിരുകിയിട്ട്, ഒരു ഐക്കലിൻ്റെ ഉള്ളിൽ തിരുകിയിട്ട് കഴുത്തിൽ കെട്ടിത്തൂക്കി നടന്നാൽ എൻ്റെ മഞ്ഞപ്പിത്തവും എൻ്റെ മൂത്രത്തിൻ്റെ തകരാറും എൻ്റെ കിഡ്നിയുടെ തകരാറും മാറും എന്ന് ചിന്തിക്കുന്ന മൂടനേക്കാൾ വലിയ മൂടൻ ആരുണ്ട്? ആ മരുന്നിൻ്റെ ഷീട്ട് മെഡിക്കൽ ഷോപ്പിൽ കൊണ്ടുപോയി കൊടുത്ത് അതിൽ എഴുതിയിട്ടുള്ള മരുന്ന് വാങ്ങിക്കൊണ്ടുവന്ന് 3 നേരം ഒരു ദിവസം എന്ന് കുടിക്കേണ്ടതാണെങ്കിൽ 3 നേരം കുടിച്ചെങ്കിലല്ലേ ആ അസുഖം മാറുകയുള്ളൂ. കഴുത്തിൽ കെട്ടിത്തൂക്കാനുള്ളതാണോ? പരിശുദ്ധ ഖുർആൻ കഴുത്തിൽ കെട്ടിത്തൂക്കാനുള്ളതല്ല. പരിശുദ്ധ ഖുർആൻ കാറിൻ്റെ പിൻസീറ്റിൽ കെട്ടിത്തൂക്കാനുള്ളതല്ല. പരിശുദ്ധ ഖുർആൻ അതിൻ്റെ ഉള്ളടക്കം അനുസരിച്ച് ചിന്തിക്കുവാൻ, അതിൻ്റെ ഉള്ളടക്കം അനുസരിച്ച് പ്രവർത്തിക്കുവാൻ, അതിൻ്റെ ഉള്ളടക്കം അനുസരിച്ച് ജിഹാദ് ചെയ്യുവാൻ, അത് വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, അതിൻ്റെ ഉള്ളടക്കം അനുസരിച്ച് ഈ രാജ്യത്തെ ജനങ്ങളെ, ഈ രാജ്യത്തെ 125 കോടി വരുന്ന ജനങ്ങൾക്ക് മുമ്പിൽ കയറി നിന്നുകൊണ്ട് നേതൃപദവി ഏറ്റെടുക്കാൻ, എൻ്റെ അയൽവാസികൾക്ക്, എൻ്റെ പരിസരത്തുള്ള പാവപ്പെട്ട ജനങ്ങൾക്ക്, എൻ്റെ നാട്ടുകാരായ മറ്റു ഇതര മതസമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് കാരുണ്യത്തിൻ്റെ കൈനീട്ടം നൽകാൻ, അവർക്ക് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരാൻ, അവർക്ക് കരുണയുടെ കൈനീട്ടാൻ വിശുദ്ധ ഖുർആനാകുന്ന ഈ വേദഗ്രന്ഥം നിങ്ങളുടെ മുമ്പിൽ പ്രകാശിപ്പിക്കലാണ് ഖുർആനിൻ്റെ ബറക്കത്ത്.
ആ ബറക്കത്ത് എടുക്കാൻ നിങ്ങളെ അനുവദിക്കാത്ത ഒരു വിഭാഗം ആളുകൾ ആരാണെന്നറിയുമോ? ഖുർആനാകുന്ന പരിശോധനയുടെ മുമ്പിൽ പരാജയപ്പെട്ടു പോയവനാണ്. അതുപോലെ തന്നെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഥ. നമ്മുടെ വിഷയം എന്താണ്? നബി തിരുമേനിയെ അറിയുക അല്ലേ? തിരുനബിയെ അറിയുക. തിരുനബിയെ അറിയുക എന്ന് പറഞ്ഞതിൻ്റെയും അർത്ഥം ഇതുതന്നെയാണ്. മുഹമ്മദ് നബിയെ അറിയുക എന്ന് പറഞ്ഞാൽ, മുഹമ്മദ് നബി എന്ന് പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു വഹി നൽകിയിട്ടുള്ള അവസാനത്തെ പ്രവാചകനാണ്. അല്ലാതെ മറ്റൊരു അസാധാരണയായിട്ടുള്ള അല്ലെങ്കിൽ അമാനുഷികനായിട്ടുള്ള അമാനുഷൻ അല്ല, നമ്മളെപ്പോലെയുള്ള മനുഷ്യനാണ്. മുഹമ്മദ് റസൂലുള്ളാഹിയുടെ വിഷയത്തിൽ നമ്മൾ നേരത്തെ ഖുർആനെ പറ്റി പറഞ്ഞതുപോലെ തന്നെ ഖുർആനുമായി ബന്ധപ്പെട്ട് രണ്ട് നിലക്ക് ആളുകൾ പേച്ചുപോകും. ഒന്ന് ഖുർആനെ തള്ളിക്കളയുന്നവർ, ഖുർആനെ പുച്ഛിക്കുന്നവർ, ഖുർആനെ കത്തിച്ചു കളയുന്നവർ, ഖുർആനെ ചവിട്ടിത്തേക്കുന്നവർ ഒരുപാട് ആളുകളില്ലേ? നമ്മുടെ നാട്ടിലില്ലേ? പുറം ലോകത്തില്ലേ? അവർ ഖുർആൻ കൊണ്ട് കേടുവന്നവരാണ്. എന്നാൽ ഖുർആൻ കൊണ്ട് കേടുവന്നവർ ഒരു വിഭാഗം ആളുകളുണ്ട്. ആരാണ് അവർ? ഞാൻ നേരത്തെ പറഞ്ഞ വിഭാഗം. ഖുർആൻ കഴുത്തിൽ കെട്ടി തൂക്കുന്നവർ. അവർ ഖുർആനിൻ്റെ എതിരാളികളല്ല. ഞാൻ അവരെക്കുറിച്ച് ഖുർആൻ്റെ ശത്രുക്കളെന്ന് പറയുന്നില്ല. ഞാൻ അവരെക്കുറിച്ച് സിയോണിസ്റ്റുകളെന്ന് പറയുന്നില്ല. നമുക്കങ്ങനെ പറയാനും പറ്റില്ല. ഞാൻ അവരെക്കുറിച്ച് ഫാസിസ്റ്റുകളെന്ന് പറയുന്നില്ല. ഖുർആൻ അവർ കത്തിക്കുകയില്ല, ഖുർആൻ അവർ മൂത്രത്തിലിടുകയില്ല. പക്ഷേ ഖുർആനിനെ കൊണ്ട് അവർ പേച്ചുപോയി. കാരണം ഖുർആൻ അനുസരിച്ച് അവർ അമൽ ചെയ്യുന്നില്ല, ഖുർആൻ പഠിക്കാൻ അവർ അനുവദിക്കുന്നില്ല. ഖുർആൻ പഠിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ നോക്കി, ഇവിടെ ധാരാളം കലാലയങ്ങളില്ലേ, മതവിദ്യാഭ്യാസ കേന്ദ്രങ്ങളില്ലേ? പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ എത്രയാണ് അവർ സമയമെടുക്കുന്നത്? നിങ്ങൾ നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കണം. നിങ്ങളെ മദ്രസയാവട്ടെ, അറബിക് കോളേജ് ആവട്ടെ, ഇസ്ലാമിക സർവകലാശാലകളാവട്ടെ, ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ 8 മണിക്കൂറിൽ എത്ര മണിക്കൂർ നിങ്ങൾ കൊടുക്കുന്നു? ഖുർആൻ നിങ്ങളുടെ വിഷയങ്ങളുടെ കൂട്ടത്തിലെ ഒരു വിഷയമാണ്. മാദ്ദത്തുൻ മിനൽ മവാദ്, വിഷയങ്ങളുടെ കൂട്ടത്തിലെ ഒരു വിഷയം. ഇംഗ്ലീഷ് ഉണ്ട്, ഹിന്ദി ഉണ്ട്, സൈക്കോളജി ഉണ്ട്, പൊളിറ്റിക്സും ഉണ്ട്, സയൻസും ഉണ്ട്, എഞ്ചിനീയറിംഗ് ഉണ്ട്, മെഡിസിൻ ഉണ്ട്. ആ കൂട്ടത്തിൽ ഒരു ഖുർആനുമുണ്ട്. ഇതല്ലേ പഠിക്കുകയാണെങ്കിൽ തന്നെ, ഇത് പഠിക്കുന്നുണ്ടോ എന്നുള്ള ആവശ്യം. പഠിക്കുകയാണെങ്കിൽ തന്നെ വിശുദ്ധ ഖുർആനിന് നിങ്ങൾ നൽകിയിട്ടുള്ളത് അവസാനത്തെ പീരീഡ്, എല്ലാവരും ഉറങ്ങിത്തൂങ്ങുന്ന സമയം, ആർക്കും വേണ്ടാത്ത സമയം, ആർക്കും ചിന്ത പ്രവർത്തിക്കാത്ത സമയം നിങ്ങൾ ഖുർആനിന് കൊടുക്കുന്നു. ആദ്യത്തെ സമയം നിങ്ങൾ ഇംഗ്ലീഷിന് കൊടുക്കുന്നു, നിങ്ങൾ പൊളിറ്റിക്സിന് കൊടുക്കുന്നു, നിങ്ങൾ ജേർണലിസത്തിന് കൊടുക്കുന്നു, നിങ്ങൾ എക്കണോമിക്സിന് കൊടുക്കുന്നു. ഖുർആൻ കൊണ്ട് പേച്ചുപോയില്ലേ? നിങ്ങൾ ഖുർആനിലേക്ക് തിരിച്ചു വരിക. നിങ്ങളുടെ സയൻസും നിങ്ങളുടെ പൊളിറ്റിക്സും നിങ്ങളുടെ കർമ്മശാസ്ത്രവും നിങ്ങളുടെ അഖീദയും നിങ്ങളുടെ മോറൽ സയൻസും നിങ്ങളുടെ ചരിത്രവും നിങ്ങളുടെ സാംസ്കാരികതയും എല്ലാം ഖുർആനിൽ നിന്നുകൊണ്ട്, ഖുർആൻ കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങൾ എന്നാണോ പഠിക്കാൻ തയ്യാറാകുന്നത്, അന്നാണ് ഖുർആനാകുന്ന പരിശോധനയിൽ നിങ്ങൾ വിജയിക്കുന്നത്. അതുപോലെ തന്നെയാണ് മുഹമ്മദ് നബിയാകുന്ന പരിശോധന. മുഹമ്മദ് നബിയാകുന്ന പരിശോധനയിലും പരാജയപ്പെട്ടവരുണ്ട്, വിജയിച്ചവരുണ്ട്. പരാജയപ്പെട്ടവർ 2 വിഭാഗമാണ്. ആരാണ് പരാജയപ്പെട്ട 2 വിഭാഗം? ഒരു വിഭാഗം മുഹമ്മദ് നബിയെ തള്ളിക്കളഞ്ഞവർ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഖത്ത് നോക്കി ഞങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്, അഥവാ ഞങ്ങൾക്ക് ഇല്ലാത്ത പ്രത്യേക സിദ്ധിയൊന്നും മുഹമ്മദ് നബിക്ക് ഇല്ല. ആകാശത്തേക്ക് കൈ ഉയർത്തിയാൽ ഒരു കഷ്ണം പൊളിഞ്ഞു വീഴും, ഭൂമിയിലേക്ക് കൈ താഴ്ത്തിയാൽ ഭൂമി പൊട്ടിപ്പിളരും. അതുപോലെ ഈ നാട്ടിലുള്ള ചെമ്പും അലൂമിനിയവും എല്ലാം എടുത്തുകൊണ്ടുവന്ന് സ്വർണ്ണമാക്കാൻ തീരുമാനിച്ചാൽ സ്വർണ്ണമാകും. നിങ്ങൾ കേട്ടിട്ടില്ലേ? നമ്മുടെ നാട്ടിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്ത്, കാസർഗോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പെണ്ണ് വന്നിരുന്നു. ആ പെണ്ണിൻ്റെ പേര് ജിന്നുമ്മ എന്നായിരുന്നു. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകും. 4-5 മാസങ്ങൾക്ക് മുന്നേ ഈ മലയാളക്കരയിൽ നടന്നതാണ്. അതിൻ്റെ പേരിൽ ഒരു മുസ്ലിം സഹോദരൻ കൊല ചെയ്യപ്പെടുക പോലും ഉണ്ടായിട്ടുണ്ട്. എന്താണ് ആ പെണ്ണിൻ്റെ സിദ്ധി? 100 പവൻ സ്വർണം കൊടുത്താൽ അത് 200 പവനാക്കി തരും. ജിന്നുമ്മയാണ്, പർദ്ദയിടുന്ന പെണ്ണാണ്, നിക്കാബ് ധരിക്കുന്ന പെണ്ണാണ്. അതെല്ലാം വേണമെന്നാണ് നമ്മുടെയും അഭിപ്രായം. പർദ്ദ വേണം, നിക്കാബ് വേണം, അന്യപുരുഷന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടരുത്. പക്ഷേ ഇത് ഒരു തരം തട്ടിപ്പിൻ്റെ പർദ്ദയായിപ്പോയി, ഇത് ഒരു തരം തട്ടിപ്പിൻ്റെ മുഖം മൂടിയായിപ്പോയി, ഇത് ഒരു തരം തട്ടിപ്പിൻ്റെ ആത്മീയ കച്ചവടമായിപ്പോയി. 100 പവൻ കൊടുത്തിട്ട് 200 പവൻ ആക്കിത്തരാൻ ഈ ദുനിയാവിൽ ഏത് മനുഷ്യനാണ് കഴിയുക?
ദൈവിക സിദ്ധിയുള്ള ഏത് മനുഷ്യനാണ് ഈ ഭൂമിയിലുള്ളത്? പ്രവാചകന്മാർ ആ ഗണത്തിൽ വരുന്നവരല്ല. ഇവർ പറഞ്ഞു ഞങ്ങൾ ഈ മുഹമ്മദിൽ വിശ്വസിക്കുകയില്ല. കാരണം മുഹമ്മദ് ഞങ്ങളെപ്പോലെ തന്നെയല്ലേ, ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണം കഴിക്കുന്നു, ഞങ്ങൾ പോകുന്നത് പോലെ ബാത്റൂമിൽ പോകുന്നു, അങ്ങാടികളിൽ പോകുന്നു, അതുകൊണ്ട് വിശ്വസിക്കുകയില്ല ഒരു കൂട്ടർ. അവർ കേടുവന്നുപോയി. മറ്റൊരു കൂട്ടർ മുഹമ്മദ് നബിയെ ധിക്കരിച്ചവരല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിക്കാത്തവരല്ല, അംഗീകരിച്ചവരാണ്. പക്ഷെ അവർ പറഞ്ഞു മുഹമ്മദ് നബിയാണല്ലോ, ആണ് ഉറപ്പാ, എങ്കിൽ മുഹമ്മദ് നബി ആണെങ്കിൽ നമ്മളെപ്പോലത്തെ മനുഷ്യനാകാൻ പറ്റൂല. മുഹമ്മദ് നബിയാണല്ലോ, ആണ് എങ്കിൽ സൂപ്പർമാൻ ആയിരിക്കണം, എങ്കിൽ അമാനുഷനായിരിക്കണം, എങ്കിൽ വിചാരിച്ചത് കിട്ടണം, നാളത്തെ കാര്യം പറയാൻ കഴിയണം, മറ്റന്നാളത്തെ കാര്യം പറയാൻ അറിയണം, എങ്കിൽ മാത്രമേ മുഹമ്മദ് നബിയാവുകയുള്ളൂ എന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാധാരണ മനുഷ്യർ, അള്ളാഹ് ഖുർആനിൽ പറഞ്ഞാണല്ലോ, ഞാൻ പറയുന്നതല്ലോ, മുഹമ്മദ് നബിയോട് പറയാൻ വേണ്ടി പറഞ്ഞതല്ലേ. ഇന്നമാ അന ഖുൽ ഖുൽ, നബിയെ അവരോട് പറയൂ, നിങ്ങളെപ്പറ്റി അവർ ആരോപണം പറയുന്നു. എന്താണ് നിങ്ങളെപ്പറ്റി അവർ പറയുന്ന ആരോപണം? മാ അൻത ഇല്ലാ ബശറും മിസ്ലുനാ, മാ അൻത ഇല്ലാ ബശറും മിസ്ലുനാ, നീ ഞങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനല്ലാതെ ആരുമല്ല എന്ന ആരോപണം പറഞ്ഞു. അപ്പം എന്താ അള്ളാഹു പറഞ്ഞത്? ആ ആരോപണം നിരാകരിക്കാനാണ് പറഞ്ഞത്? ആ ആരോപണം ശരിയല്ല എന്നാണോ പറഞ്ഞത്? അല്ല, ആരോപണം ശരിയാണ്, അത് ഏറ്റു പറഞ്ഞോളൂ. നിങ്ങൾ പറയുന്ന ആരോപണം ശരിയാണ്, ആ ആരോപണം എന്നിലുണ്ട്. ഖുൽ പറയൂ, ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും. മിസ്ലുക്കും അറബിയിൽ മിസ്ലുക്കും എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമെന്ന് പണ്ഡിതന്മാർക്ക് അറിയാം. മിസ്ലക്കും എന്നല്ല പറഞ്ഞത്, മിസ്ലുക്കും എന്നാണ്. വിശദീകരിച്ച് പറയാൻ ഈ സദസ്സും സമയവും അനുയോജ്യമല്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. ഞാൻ നിങ്ങളെപ്പോലെയുള്ള മനുഷ്യനാണ് എന്ന നിങ്ങളുടെ ആരോപണമുണ്ടല്ലോ, അത് നിങ്ങൾ പറയുന്നതിന് മുന്നേ തന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. എന്തിനാ വെറുതെ നിങ്ങൾ ആരോപണം പറയുന്നത്? ഞാൻ നിങ്ങളെ മുമ്പിൽ വന്നിട്ട്, ഹലോ മനുഷ്യന്മാരെ, ഞാൻ നിങ്ങളെ മുമ്പിൽ വന്നിട്ട് എൻ്റെ നാട്ടുകാരെ, ഞാൻ നിങ്ങളെപ്പോലത്തെ മനുഷ്യനല്ല, ഞാൻ പ്രത്യേക സിദ്ധിയുള്ളവനാണ്, ഞാൻ സ്വർണത്തോട് വെള്ളിയാകാൻ പറഞ്ഞാൽ വെള്ളിയാകും, സ്വർണമാകാൻ പറഞ്ഞാൽ സ്വർണമാകും, ഞാൻ ആകാശത്തിലേക്ക് കൈ ഉയർത്തിയാൽ ആകാശം പൊട്ടിപ്പൊളിഞ്ഞു വീഴും എന്ന് പറഞ്ഞാൽ അത് നടപ്പിലാക്കാൻ സാധിക്കുന്ന ദൈവത്തിൻ്റെ വിശേഷണങ്ങളുള്ള ദിവ്യസിദ്ധിയുള്ള സിദ്ധനാണ് ഞാൻ എന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പറയാമായിരുന്നു, നീ പറഞ്ഞത് കളവാണ്, നീ ഞങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യനാണ്. എങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ അങ്ങനെ പറയാത്ത സാഹചര്യത്തിൽ നിങ്ങൾ എന്നെക്കുറിച്ച് ഇങ്ങനെ ഒരു ആരോപണം എന്തിനു പറഞ്ഞു എന്നാണ് സൂറത്തു അൽ കഹ്ഫിന്റെ 110-ാമത്തെ സൂക്തത്തിൽ അല്ലാഹ് പറയുന്നത്. പക്ഷേ എന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? എന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു സിദ്ധൻ ആയിക്കൊണ്ടല്ല, എന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു മാന്ത്രികനായിക്കൊണ്ടല്ല, എന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഭാവിയും ഭൂതവും പ്രവചിക്കാൻ കഴിയുന്നവനായിട്ടല്ല. എന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യൂഹ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹുൻ വാഹിദ്, നിങ്ങൾക്ക് ആരാധ്യനായിട്ട്, നിങ്ങൾക്ക് അനുസരിക്കപ്പെടാനായിട്ട് അല്ലാഹു അല്ലാതെ മറ്റൊരു മഅബൂദുമില്ല എന്ന് വഹി നൽകപ്പെടുന്ന ഒരു നബിയല്ലാതെ മറ്റാരുമല്ല. പക്ഷേ അത് മാത്രം നമ്മൾ ഉൾക്കൊണ്ടില്ല, അത് മാത്രം നമ്മൾ ഉൾക്കൊണ്ടില്ല. എനിക്ക് വഹി നൽകപ്പെടുന്നുണ്ട്, ആ വഹി നമ്മൾ വലിച്ചെറിഞ്ഞു. അല്ലാഹു അല്ലാത്ത മറ്റൊരു വസ്തുവിൻ്റെ മുമ്പിലും തലകുനിക്കാൻ പാടില്ല, അവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല, അവർക്ക് അനുസരണം നൽകാൻ പാടില്ല എന്ന് പറഞ്ഞതിനെ നിങ്ങൾ ചവിട്ടി തള്ളി. അതിന് മറുവശത്ത് ഞാൻ ഒരു മനുഷ്യനാണ്, നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞതിനെ നിങ്ങൾ മാറ്റിമറിച്ചിട്ട് എന്നെ നിങ്ങൾ ഒരു മാന്ത്രികനായിട്ട്, എന്നെ നിങ്ങൾ ദൈവിക ഗുണങ്ങളുള്ള ഒരു സിദ്ധനായിട്ട്, നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ കാലെ കൂട്ടി പറയാനും പ്രവചിക്കാനും കഴിയുന്ന ഒരു അമാനുഷനായിട്ട് എന്നെ ഉയർത്തി എന്നത് എന്നെക്കൊണ്ട് ഞാനാകുന്ന പരീക്ഷണത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ പരാജയപ്പെട്ടു എന്നതിൻ്റെ തെളിവാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അങ്ങനെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാൻ വേണ്ടി അള്ളാഹു കൽപ്പിക്കുന്നത്. ഞാൻ എൻ്റെ സംസാരം ഇവിടെ ഉപസംഹരിക്കുകയാണ്, നമ്മുടെ സമയം ഒരുപാട് നീണ്ടുപോയി. അള്ളാഹു റബ്ബുൽ ഇസ്സത്തി വൽ ജലാൽ, അള്ളാഹുവിൻ്റെ റസൂൽ, ആദരണീയനായ പ്രവാചക തിരുമേനി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുത്തെ ദറജയും ഖദറും അനുസരിച്ച്
സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും മനസ്സിലാക്കുകയും അനുധാവനം ചെയ്യുകയും ചെയ്യുന്ന ഭാഗ്യം ചെയ്ത ആളുകളിൽ, ആ വലിയ പരിശോധനയുടെ മുമ്പിൽ വമ്പിച്ച വിജയം കൈവരിച്ച ഭാഗ്യവാന്മാരായ ആളുകളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യസന്താനങ്ങളെയും നമ്മുമായി ബന്ധപ്പെട്ടവരെയും നമ്മുടെ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുഴുവൻ സത്യവിശ്വാസികളെയും നമ്മുടെ ഈ നാട്ടിലും പരിസരത്തുമുള്ള ഈ പ്രസ്ഥാനത്തിൻ്റെ ഈ ആദർശത്തിൻ്റെ പുറത്തുള്ള ആളുകളെയും അതിലേക്ക് ചേർത്തി അതിലേക്ക് ഉൾപ്പെടുത്തി അവരെ ഭാഗ്യം കൊണ്ട് കടാക്ഷിക്കുമാറാകട്ടെ എന്ന് ചുരുക്കി പ്രാർത്ഥിച്ച് വാഹിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി